ഇവരെ ഒന്ന് സ്മരിക്കാതെ, ബദരീങ്ങളെ ഒന്ന് പാടാതെ പറയാതെ നമുക്കൊരിക്കലും ഒരു ബദർ ദിനം ഉണ്ടാവരുതല്ലോ. അതിനുവേണ്ടി ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. കുറച്ച് സമയം നിങ്ങളെ ഞാനൊന്ന് ബദറിൻ്റെ ആ പഴയകാല ഓർമ്മയിലേക്ക്. ഇതിൽ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പഴയകാലത്ത് ബദർ പടപ്പാട്ടൊക്കെ ഒരുപാട് ബദർ സീറ പാരായണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചരിത്രങ്ങളൊക്കെ കേട്ട് ആ സംഭവങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലുള്ള ആളുകളുണ്ടാകും. അവരെയൊക്കെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഏതായിരുന്നാലും ബദരീങ്ങൾ ഒരു വലിയ സംഭവം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ബദരീങ്ങളെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. മൊയ്ൻകുട്ടി വൈദ്യർ തുടങ്ങുന്നത് തന്നെ അഹദത്തിലെ അലിഫ് അലിഫിലമഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാ ഹരിമക്കലൈ കുതുബനുദിനം ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ലാ അളകുറ്റല കുറി ബിസ്മില്ലാ. ബിസ്മി ചൊല്ലി തുടങ്ങുകയാണ് കഥയുടെ അവതരണം. എന്നിട്ട് ഒരുപാട് വളരെ മനോഹരമായ വരികളിലൂടെ ബദറിൻ്റെ പശ്ചാത്തലം മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി നോക്കിയേ. ഹഖാന കോന മറൽ മക്കാവു ബിട്ട് നബി ഫക്ക മദീന തണവായ് ഹാരേതും എത്തിടുക ഈരാറും ഒത്ത ഷഹിർ ബാറാൽ പൊറുത്ത പിറകെ ചക്കോവർ ഹമിദരും മിക്കോർ സഹാബികളും ഒക്കെ ഇരിക്കും പൊളുതിൽ ജാസൂസോരുത്തർ ബറയാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി. അല്ലേ, പഴയകാലത്തൊക്കെ ഇപ്പോഴും ആളുകളുടെ നാവിലൊക്കെ ഊറി വന്നിരുന്ന പാട്ടിൻ്റെ ശകലങ്ങളാണിത്. ബദറെന്ന് കേൾക്കുമ്പോൾ ഈ വരികൾ ഒരിക്കലും നമ്മൾ മറന്നുപോകില്ല. ഏത് വരി? ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായന്നേരം വളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടൈ അതിലൊണ്ടേ അബിയദ് വർണ്ണമദാം പിൻ രണ്ടും അസ്വദുമാമേ സദദ കുടൈ. അല്ലേ, എന്തോ ഒരു മനോഹരമായി ആ സമരത്തിനുള്ള പുറപ്പാടിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും കൈവശമുണ്ടായിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും അവിടെ സംവിധാനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് മൊയ്ൻകുട്ടി വൈദ്യർ പാടുകയാണ്. അപ്പോൾ ഇപ്രവശത്തോ അബൂജഹൽ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. നിങ്ങൾ നോക്കി, അബൂജഹലിൻ്റെ ഒരു പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരുങ്ങിയ സമയത്തുള്ള പ്രാർത്ഥനയാണ്. അബൂജഹലിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല, എല്ലാവരും കേട്ടിട്ടില്ലേ? പുറപ്പെട്ട അബൂജഹലുടൻ കിബ്ർ പൊങ്കിയളുന്തലിബാസി ചമൈന്ത് പുതുമാ ഖസബിട്ടികൾ ബൈത്ത് ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരനാട് ചൊട്ടികളും പല പണി പുതുവായി എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. അല്ലേ, എന്നിട്ട് ആ വരുന്ന സമയത്ത് കഅബയുടെ ഖില്ല പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആര്? അബൂജഹൽ. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായന ഹഖൊടു ബാത്തിൽ രണ്ടിൻ ഇടബൈ പീരിത്തരുളിയിട് നീന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹഖുടയോർ അവർ ആരുനക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഖലാസിയത്താക്കിടു നീ പരനേ. അല്ലേ, ഒരു കൂട്ടർ ഹക്കിൻ്റെ ആളുകൾ, അടുത്ത കൂട്ടരോ ബാത്തിലിൻ്റെ ആളുകൾ. അവരാരാണെന്ന് ഉടയോനെ നിനക്കറിയാമല്ലോ, ഈ ഈ ഈ ഈ ഗേഹത്തിൻ്റെ കഅബയുടെ നാഥ. അതുകൊണ്ട് അവരെ നീ ഒന്ന് ഖലാസിയത്താക്കി തരണം, അവരെ നീ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, ഹക്കിൻ്റെ ആളുകളെ എന്ന് പറഞ്ഞിട്ടാണ് അബൂജഹൽ വരുന്നത്. അബൂജഹലിൻ്റെ പ്രാർത്ഥന അതവിടെ സ്വീകാര്യമായി. അവനൊന്നുകൂടെ പറഞ്ഞു നോക്കിയേ. പരനെ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നിദായിമിൽ കാത്തുകൊൾ ഫത്താഹെ താമസം ചെയ്തിടാതുത്തിരം ചെയ്തിടു നീ ഇരവിനു ഹാക്കിമേ സിത്ര അകലാക്കു നിന്നുസ്റ ഫത്ഹാക്കുനൈ ഖദറാൽ അവർ ദുആ ഫട്ടാങ്ങിൽ റാഹിമവൻ ഖബൂലാക്കിടൈ സത്യമാൽ.
ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വീകരിച്ചു എന്നാണ്. രണ്ടാലൊരു ദീനിനെ പോലീസയാക്കി നീ ദായിമിൽ കാത്തുകൊൾ. ഒരു ദീന് ഹക്കാണ്, ഒരു ദീൻ ബാത്തിലാണ്. അപ്പോൾ ഹക്കിൻ്റെ ആളുകളെ നീ വിജയിപ്പിക്കണേ എന്നും പറഞ്ഞ് അബൂജഹൽ വരുന്നു, യുദ്ധം ചെയ്യുന്നു, ഹക്കിൻ്റെ ആളുകൾ വിജയിക്കുന്നു. അല്ലേ? ഇതല്ലേ ബദറിൽ കാണുന്നത്? വളരെ മനോഹരമായി അതിലുള്ള ഓരോ സംഭവം വിശദീകരിക്കുന്നുണ്ട്. നോക്കിയേ, ചൊരിന്ത് മത്തറത് പരന്തനരുളിനലുരം പെരും കത്തറാൽ ചതുർപുറം വരും ജലം സത്തറാൽ ചുഷന്ത തലമതുമെശുന്ത നടപടി തിശന്തിടൈ പുനലാൽ ഹരികർകൾ തുടങ്ങിടൈ ഗസ്ലാൽ. അതുപോലെ എല്ലാവർക്കും അറിയുന്ന നോക്കി, തുടരെ മദ്ദളവും മുരശോട് മറുവയൊറ്റകളും ഭജയോട് ദുടികൾ ദഫുകളും കഴിമണി ധുനികൾ താശികളാൽ. അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? പഴയകാല ബദർ ഖിസ്സപ്പാട്ടുകളുടെ മാഷാ അല്ലാഹ്. ഇപ്പം നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മഅദിനിൽ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ബദർ പാടിപ്പറയുന്ന ബദർ പടപ്പാട്ട് കിസ്സപ്പാട്ട് പാടിപ്പറയൽ നടന്നു. മാഷാ അല്ലാഹ്. ഒരുപാട് ഉസ്താദുമാർ ഇതേക്കുറിച്ച് ആധികാരികമായി പഠിച്ച ഒരുപാട് പേര് അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ, ചരിത്ര പശ്ചാത്തലങ്ങൾ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതൊക്കെ പുനർജനിക്കണം. പഴയകാലത്ത് മാത്രമല്ല, ഇതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈമാനികമായ ആവേശത്തിനു വേണ്ടി അതോടൊപ്പം വളരെ ചിന്തിച്ച് വളരെ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പഴയകാല മാപ്പിളപ്പാട്ടുകളിലൊക്കെ ബദർ പടപ്പാട്ടിൻ്റെ സ്ഥാനം ചെറുതൊന്നല്ലായിരുന്നു. പഴയകാലത്ത് നോക്കി, ഉരത്തിയ മൗലൽ ഉർബ ഉശിറങ്കളിയ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ് പെരിയോനുമൈറക്കൈ പേശും ജിന്നിൻ സിടക്കൈ പിരിശം റസൂലദാക്കൈ യാ സഫിയല്ലാഹ്. എന്നിട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സവാദ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ആ സംഭവം, നബി തങ്ങളുടെ ഷർട്ട് മാറ്റിയിട്ട് അറിയില്ല എല്ലാവർക്കും, നൈനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി നവിനർ സവാദോടിൻ കടുത്തോ തീറ്റി അയിനാൽ തിരുബത്തൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞാശാമിളിയോളുക്കി. സവാദ് റളിയല്ലാഹു അൻഹു എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ലേ? ഇതിനു വേണ്ടിയായിരുന്നു. മൈമാൻ മഹാജുഅൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ട് ഫടിക്കാടുത്തേ കൈ നൽയതമാക്കി ഖിദ്ഹും ചാട്ടി കതിരൻ മശങ്കും മെയ് ഫുടിത്ത് ഫൂട്ടി. അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരൂല. ഒന്ന് പഴയകാലത്തെ ആ ഓർമ്മയിലേക്കൊന്ന് നിങ്ങൾ അല്പം ശ്രദ്ധ ക്ഷണിച്ചു മാത്രം. ഓക്കെ, ചീമാൻ കഥറാവി സീറാറ്റനിൽ ഊരൈ ചീർമഹമണി സീനാനൂർ ചീളാത് ഉറങ്ങുമ്പോൾ സീതാലൊരൂരിഹ് ചീറി പൂവനിയിൽ നസിലായേ കോമാനരുൾ കൊണ്ട് കോടാവൊരുമുണ്ട് കോർവയാൽ വഴിക്ക് വഴി ഘോരമായി കോവിൽ അടുത്തുള്ള കോവ കൊടുമയാൽ കോനൂറ്റുമനുവാർകൾ കോവയെല്ലാം. നന്നായി ബദർ ഒക്കെ പാടുന്ന ആളുകൾ ഓരോ ഇശലും എന്തെല്ലാം രൂപത്തിലാണ് പാടാറുള്ളത് അല്ലേ? ഉണ്ടെന്നും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിടൈ ഹൂറുൻ നിസാവര പരീശാണതും പതിവാൽ ഉഗമാം വിളമ്പിടലാം അവർ അന്തിരമേലുള്ള ചന്ദിരനോ കതിരോനിലും തെളിവാ.
ഹൂറുലീങ്ങളെ കുറിച്ച്. മണ്ടമുടി കൊടുക്കാർമുകിലോ നിറം സഞ്ചരിക്ക ചതമോ, മണ്ടമുടി കൊടുക്കാർമുകിലോ നിറം സഞ്ചരിക്ക ചതമോ, അത് പൂവിലെ സിടുകിൽ മഹാകാളകം ഒഴികെ എൻ്റെ ശൗനിയിൽ മറ്റൊരു ലൗനും വെളിപ്പെടുക അതിൻ കരുളാൽ ഉണ്ടെന്നും മിഷ്കാത്ത് അല്ലേ. ഇങ്ങനെ ഒരുപാട്. അവസാനം അബൂജഹല് ആ ബദറിൽ ഇങ്ങനെ ആ വീണ് കിടന്നിട്ട് ആ രംഗമുണ്ടല്ലോ, കേളട അബുജാഹിലെ കേളട കൊടിയെ കേട കേളട ചടയാ മുട കേളട, തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ, തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ, ജഹലെ കേളട ജഹലെ കേളട. അല്ലാഹ്, അങ്ങനെ ഒരുപാട് അല്ലേ, ഒരുപാട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളെക്കുറിച്ച് പാടിയിട്ടില്ലെങ്കിൽ, ബദരീങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അല്ലേ. ഓക്കെ, കുറച്ച് സമയം നിങ്ങളെ ഞാനൊന്ന് ബദറിൻ്റെ ആ പഴയകാല ഓർമ്മയിലേക്ക്. ഇതിൽ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പഴയകാലത്ത് ബദർ പടപ്പാട്ടൊക്കെ ഒരുപാട്, ബദർ സീറ പാരായണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചരിത്രങ്ങളൊക്കെ കേട്ട് ആ സംഭവങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലുള്ള ആളുകളുണ്ടാകും. അവരെയൊക്കെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഏതായിരുന്നാലും ബദരീങ്ങൾ ഒരു വലിയ സംഭവം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ബദരീങ്ങളെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ.